ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഉരുളൻകിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കാം നമുക്ക്. അതിനായിട്ട് സപ്പോള വേണം, വേപ്പിൻ്റെ ഇല വേണം, പച്ചമുളക് വേണം, തേങ്ങാപ്പാൽ വേണം. ഞാൻ എൻ്റെ രീതിയിലായിട്ട് ഉണ്ടാക്കണേ. ഇത് ഞാൻ മസാലകളൊക്കെ ചതച്ചതാണ്. പിന്നെ ഉരുളൻകിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ചിരുന്നു. അതിൽ പട്ട, ഗ്രാമ്പു അങ്ങനെ മസാലകളിൽ നിന്ന് ഓരോന്നും ഇട്ടിട്ട് ഞാൻ വേവിച്ചത്. ഇത്തിരി ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലോണം ഉടക്കി വേവിച്ചിട്ട് എന്നിട്ട് ആദ്യം ഒരു പാത്രത്തിലെടുത്തിട്ട് ഇത്തിരി നെയ്യും ഇത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ച് അത് ചൂടാവണം. ഞാൻ സ്റ്റൂ ഉണ്ടാക്കണത് എല്ലായ്പ്പോഴും ഓരോ രീതിയിലല്ല, ഓരോ ടൈമും ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്ത തരം രീതിയിൽ, അതായത് അങ്ങനെ അതിലുള്ള കൂട്ടുകളൊക്കെ തന്നെ വ്യത്യസ്ത തരം രീതിയിലായിരിക്കും. ആദ്യം മസാല ഇട്ടു, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. സപ്പോള, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞ്. പക്ഷേ ഞാനിതിൽ ചേർത്തിട്ടില്ല. ഏലക്കായ ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഇങ്ങനെ ഇളക്കേണ്ടത്. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയൊരു വാട്ടാവുമ്പോൾ ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് അത് മൂടി വെച്ചൊന്ന് വാടട്ടെ. എന്നിട്ട് അത് തുറക്കുക. ഇത്തിരി കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണക്കിയ മുന്തിരി കേട്ടോ. ഇത് ഞങ്ങൾ ഉണക്കമുന്തിരി ഒന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉരുളൻകിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു. ഇതെല്ലാം കൂടി ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഒന്ന് തള വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ മല്ലിപ്പൊടി ഇട്ട് ആ പച്ചക്കുത്ത് പോണ വരെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഞാനൊരു പാലായിട്ടാണ് പിഴിഞ്ഞേക്കണത്. അപ്പോൾ ആ പാലിൻ്റെ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തു. കുറച്ചെന്ന് പറഞ്ഞാൽ പകുതി മുക്കാലും ഞാൻ ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഞാൻ മാറ്റി വെച്ചു. കാരണം ഇതൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അവസാനം ഇത്തിരി പാലായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അടിയിൽ നല്ല രീതിയിൽ തിളയ്ക്കണം. നല്ല മണമൊക്കെ വരും. ഉപ്പ് ഞാൻ ഉരുളൻകിഴങ്ങിൽ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അതിന് ഒന്ന് പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കൊടുക്കാം. തുറന്ന് ഞാൻ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു. നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കണം. ഒരു 2-3 തള വരുമ്പോൾ നമുക്കിത് തീ ഓഫാക്കാം. അപ്പോൾ 2-3 തള വരണ വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു എന്താ പറയുക കുറുക്ക്, അതായത് ചിലവർക്ക് വെള്ളം പോലെ ഇഷ്ടം, ചിലവർക്ക് ഇത്തിരി കട്ടി ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഞാനപ്പോൾ അത് ഇറക്കി വെച്ചു. ഇനി ഞാൻ ഇത്തിരി മുന്തിരി നെയ്യിൽ വറുത്ത് ഒന്ന് ജസ്റ്റ് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാച്ചി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ മസാലപ്പൊടിയൊക്കെ ചേർക്കാം. ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഇഷ്ടം. താങ്ക് യു.